ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് ഞാനൊരു ഷാളൊക്കെ ഇട്ട് നോക്കിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ വീട്ടിലൊരു വെജ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അച്ഛനും അമ്മയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഷെഫ്, ഞാൻ ഒരു അസിസ്റ്റന്റ് മാത്രമാണ്. ഈവനിങ് ആയപ്പോഴാട്ടോ അച്ഛൻ വിളിച്ചിട്ട് നമുക്ക് വെജ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ഐഡിയ ഇട്ടത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നന്നാക്കി. അച്ഛൻ പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞേ. വെജിറ്റബിൾസ് നന്നാക്കുന്നതിലൊന്നുമല്ല കേട്ടോ ഞങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നത്. ഞാനും അമ്മയും കൂടി കൂടിയ പിന്നെ സംസാരം തുടങ്ങിയ പിന്നെ നിർത്തില്ല കേട്ടോ. തുടങ്ങുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കും, പിന്നെ അവസാനിക്കുന്നത് വേറെ എന്തിലായിരിക്കും. ഞങ്ങൾ മാത്രമല്ല, പൊതുവേ എല്ലാ അമ്മയും മോളും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛൻ വരുന്നതിന് മുമ്പ് എല്ലാ വെജിറ്റബിൾസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ തിരക്കിലാട്ടോ ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് ഉള്ളി എറിയണ പരിപാടി തീരെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ആ പാവം നിന്ന് കരയുണ്ട് ഉള്ളി എറിഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ, ഞാനൊക്കെ ഒരു പണി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വയ്യ, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറും. പക്ഷെ അമ്മമാർ അവർക്ക് വയ്യെങ്കിലും അവർക്ക് ഇഷ്ടമല്ലെങ്കിലും അവരത് ചെയ്യൂലേ. ഇടയ്ക്ക് വിശന്നപ്പോൾ ഞാനൊരു പീസ് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നന്നാക്കി വെച്ച് കഴിഞ്ഞിട്ടും അച്ഛനെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിയൊക്കെ വേണമായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട്, അതായത് കോമഡി വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന പണി എത്ര ഹാർഡാണെങ്കിലും നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അച്ഛൻ വരാൻ ലേറ്റായപ്പോൾ അമ്മ പിന്നെ ചോറൊക്കെ വെച്ചു കേട്ടോ. ചോറൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും അച്ഛൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അപ്പോഴത്തേക്കും സാലഡൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ട് മെയിൻ ഷെഫുകൾ തമ്മിൽ പല ചർച്ചകളും നടന്നു കേട്ടോ. വെജ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ചിക്കൻ എന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കണേ? വെജ് ബിരിയാണി മാത്രമല്ല, ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ട് കേട്ടോ. നേരത്തെ അരിഞ്ഞ വെച്ച ഉള്ളിൽ നിന്ന് സാലഡിന് ഞാൻ കുറച്ച് ഉള്ളി എടുത്തപ്പോൾ ഉള്ളി തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് പിന്നെയും കുറച്ചുകൂടി അരിഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണി ആയിരുന്നേ. ഞാൻ എക്സ്ട്രാ മയോണൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമായിരിക്കും, എല്ലാവരും കാണാൻ മറക്കരുത്. നമ്മളെ പെരുന്നാൾ ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്.